നിത്യജീവിതത്തിൽ ഏറെ അനിവാര്യമായ ഒന്നായി വൈദ്യുതി മാറിക്കഴിഞ്ഞിരിക്കുന്നു. വായു, ജലം എന്നതിനൊപ്പം നമ്മുടെ ജീവിതത്തിലെ അവശ്യ ഘടകമായിരിക്കുന്നു വൈദ്യുതി. വൈദ്യുതി മേഖലയുടെ ഉന്നമനം ഏതൊരു നാടിൻ്റെയും ജീവിത നിലവാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സംസ്ഥാനത്തെ വൈദ്യുതി മേഖലയിൽ വൻ പുരോഗതിയാണ് കഴിഞ്ഞ കാലങ്ങളിൽ വൈദ്യുതി ബോർഡ് നേടിയത്. നിരവധി ദേശീയ പുരസ്കാരങ്ങളാണ് കേരളത്തെ തേടിയെത്തിയത്. സമ്പൂർണ്ണ വൈദ്യുതീകരണം എന്ന അത്ഭുതത്തിലൂടെ 4 ജില്ലകളിലെ മുഴുവൻ ജനങ്ങൾക്കും വൈദ്യുതി നൽകി കേരളം രാജ്യത്തിന്റെ ശ്രദ്ധ നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴിതാ വീണ്ടും കേരളം ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നു. ജനകീയ വൈദ്യുതി അദാലത്ത് എന്ന വലിയ മനുഷ്യ ഉപകാര പ്രവർത്തനത്തിലൂടെ വൈദ്യുതി മേഖല പരാതിരഹിതമാക്കുക എന്ന സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യത്തിന്റെ പൂർത്തീകരണമായിരുന്നു അദാലത്ത്. ജനകീയ അദാലത്ത് നടത്തി KSEB ഒരിക്കൽ കൂടി സംസ്ഥാനത്തെ ജനങ്ങളുടെ പിന്തുണ നേടിയിരിക്കുകയാണ്. മെച്ചപ്പെട്ട സേവനം കേരളത്തിലെ സാധാരണ ഉപഭോക്താക്കൾക്ക് നൽകുന്നതിന്റെ ഭാഗമായി സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ AK ബാലന്റെ നേതൃത്വത്തിലാണ് ജനകീയ അദാലത്തുകൾ നടത്തിയത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും അദാലത്തുകൾ സംഘടിപ്പിച്ചു. അദാലത്തുകളിൽ മന്ത്രി നേരിട്ടെത്തി പരാതി സ്വീകരിച്ച് പരിഹാരം നൽകിയ നടപടി എടുത്തു പറയേണ്ട കാര്യമാണ്. വൈദ്യുത അദാലത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് വെച്ചാണ് നടന്നത്. മുഖ്യമന്ത്രി ശ്രീ VS അച്യുതാനന്ദനാണ് അദാലത്ത് ഉദ്ഘാടനം ചെയ്തത്. വൈദ്യുതി ബോർഡ് നടപ്പിലാക്കുന്ന ജില്ലാതല ജനകീയ പരാതി പരിഹാര അദാലത്തുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഏറെ സന്തോഷത്തോടുകൂടി നിർവഹിച്ചതായി ഞാൻ അറിയിക്കുന്നു. കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ജീവിതവുമായി സദാ ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥാപനമാണ് വൈദ്യുതി ബോർഡ്. പുരോഗതിയുടെയും ഊർജ സ്രോതസ്സും ഊർജ വിനിമയ സംവിധാനവും ഈ സർക്കാർ വന്നശേഷം നൽകിയ 21 ലക്ഷം കണക്ഷനുകൾ ഉൾപ്പെടെ 110 ലക്ഷം കണക്ഷനുള്ള അതിബൃഹത്തായ ശൃംഖല, 22 സർക്കിളുകളും 642 സെക്ഷനുകളും 30,000-ഓളം ജീവനക്കാരുമുള്ള സംസ്ഥാനത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഇത്തരമൊരു ബൃഹത് സ്ഥാപന ശൃംഖലയിൽ നിർവിഘ്ന പ്രവർത്തന സംവിധാനത്തിൽ അനവധി പരാതികളുണ്ടാകുക സ്വാഭാവികമാണ്. ഈ പരാതികൾ പരിഹരിക്കാൻ നിയമാനുസൃതമായ സംവിധാനമുണ്ട്. എന്നാൽ പരാതികൾ നേരിൽ കേട്ട് ഉടന്റെ പരിഹാരം ഉണ്ടാക്കുന്നതിനുള്ള ഇടക്കാല അദാലത്തുകളും അനിവാര്യമാണ്. കഴിഞ്ഞ 3 വർഷമായി ആ സംവിധാനം ആവർത്തിച്ചു. അതിലുപരിയായി വകുപ്പ് മന്ത്രി തന്നെ നേരിൽ പരാതികൾ നേരിട്ട് നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള ജില്ലാതല അദാലത്തുകളാണ് ഇപ്പോൾ ആവിഷ്കരിക്കുന്നത്. മന്ത്രി ശ്രീ AK ബാലൻ അധ്യക്ഷനായിരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ ആകെ ലഭിച്ച 1235 പരാതികളിൽ 702നും പരിഹാരം കാണാൻ സാധിച്ചു. കണക്ഷൻ ലഭിക്കുന്നതിനുള്ള തടസ്സം, വൈദ്യുതി ബിൽ നൽകിയതിലുള്ള അപാകതകൾ, മീറ്ററുകളിലെ തകരാറുകൾ, മീറ്റർ റീഡിംഗ് സംബന്ധിച്ച പരാതികൾ, നഷ്ടപരിഹാരം അനുവദിച്ചത് സംബന്ധിച്ച തർക്കം, കണക്ഷനുകളുടെ ഉടമസ്ഥാവകാശം മാറ്റൽ എന്നിങ്ങനെ വൈദ്യുതി ബോർഡുമായി ബന്ധപ്പെട്ട പരാതികൾക്കാണ് അദാലത്തിൽ തീർപ്പ് കൽപ്പിക്കപ്പെട്ടത്. അദാലത്തുകളിൽ ഉയർന്ന പരാതികൾ കേവലം സാങ്കേതികത്വങ്ങൾ മറികടന്ന് പ്രായോഗിക സമീപനത്തിന്റെ അടിസ്ഥാനത്തിൽ പരിഹരിക്കണമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ AK ബാലൻ വൈദ്യുതി ബോർഡിന് നിർദ്ദേശം നൽകിയിരുന്നു. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റും സംയുക്തമായി നടത്തിയ ശ്രദ്ധേയമായ ഒരു പരിപാടിയാണ് വൈദ്യുതി ജനകീയ അദാലത്ത്. ഇതിൽ പങ്കാളികളായ എല്ലാ ഉപഭോക്താക്കളും 100% സംതൃപ്തിയോടു കൂടിയിട്ടാണ് ഈ അദാലത്തിൽ നിന്ന് പോയത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഓരോ പരാതിയുടെയും പൊതു സ്വഭാവം നോക്കുമ്പോൾ അത് എത്രത്തോളം ഉപഭോക്താക്കളെ ബാധിച്ചു എന്നുള്ളത് ഈ അദാലത്തിന്റെ ഭാഗമായിട്ടാണ് ബോധ്യപ്പെട്ടത്. ജനുവരി മാസം ആരംഭിച്ച അദാലത്ത് ഫെബ്രുവരി 13 വരെ നീണ്ടുനിന്നു. തിരുവനന്തപുരത്തിന് ശേഷം
കോട്ടയത്ത് വെച്ചായിരുന്നു വൈദ്യുതി അദാലത്ത് സംഘടിപ്പിച്ചത്. കേരളത്തിൽ ആകെ ലഭിച്ച 8643 പരാതികളിൽ 6647 പരിഹാരം കണ്ടു എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധയർഹിക്കുന്ന കാര്യമാണ്. അദാലത്തിലൂടെ ഉപഭോക്താക്കളുടെ പരാതികൾക്ക് തൃപ്തികരമായ പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞു എന്ന കാര്യം ഏറെ പ്രധാനപ്പെട്ടതാണ്. പരിഹാരം ലഭിച്ചവർ നിറകണ്ണുകളോടെയാണ് പ്രതികരിച്ചത്. വളരെ നാളായിട്ട് ഒരു ഇലക്ട്രിക്കൽ അപകടം പറ്റിയൊരു കേസുമായിട്ട് ഇവിടെ വന്നാണ്. വീട്ടുപകരണങ്ങളൊക്കെ കത്തിക്കരിഞ്ഞു പോയി. അതിൻ്റെ നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു അപേക്ഷ കൊടുത്തായിരുന്നു. അതിവിടെ വെച്ച് പരിഗണിച്ചു. ഞാൻ ബാലുശ്ശേരി സ്ഥലത്ത് പനങ്ങാട് പഞ്ചായത്തിലാണ് താമസം. അപ്പം എൻ്റെ വീട്ടിൽ ഇതുവരെ കറണ്ട് ഇല്ലായിരുന്നു. ഈ പ്രശ്നം ഇവിടെ ഈ സർക്കാരിൻ്റെ നല്ലൊരു ഇതാണ് പരിപാടിയാണിത്. ഇപ്പോൾ ഇതിൽ വന്നേരം പെട്ടെന്ന് പരിഹാരം ഇത് വേണ്ടപ്പെട്ട ആളുകളൊക്കെ ശ്രദ്ധിച്ച് അതിന് വേണ്ടപ്പെട്ട പരിഹാരമൊക്കെ ചെയ്തു തന്നു. അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് ഇപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ കറണ്ട് തരാമെന്നാണ് പറഞ്ഞിരിക്കണേ. അതിൽ വലിയ സന്തോഷമുണ്ട്. +2 എനിക്ക് 80% ഉണ്ടായിരുന്നു. SSLCക്ക് 83% ഉണ്ടായിരുന്നു. ഇപ്പോൾ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പഠിത്തത്തിന് ഈ കറണ്ട് ഉപകാരപ്പെടുന്ന ഞാൻ വിചാരിക്കും. പാവപ്പെട്ടവന്റെ വേദന സ്വന്തം വേദനയായി കണ്ട് അതിനനുസരിച്ച് പെരുമാറുക എന്ന ഗവൺമെന്റിന്റെ ലക്ഷ്യം പ്രാവർത്തികമാക്കുക കൂടിയായിരുന്നു ജനകീയ അദാലത്തിലൂടെ KSEB. തികഞ്ഞ പ്രത്യാശയുമായാണ് തങ്ങൾ അദാലത്തിൽ എത്തിയതെന്ന് അവർ പറയുന്നു. പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ട്രാൻസ്ഫോമറിൽ വെച്ച് ഷോക്കേറ്റ് എൻ്റെ രണ്ട് കൈയും മുറിച്ചു. അദാലത്തിൽ എനിക്കൊരു ജോലിക്ക് വേണ്ടി ഒരു പെറ്റീഷൻ കൊടുക്കാൻ വേണ്ടി വന്നതാണ്. അദാലത്തിന് ഒരു വലിയ പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ കാണുന്നത്. കോട്ടയത്തെ തുടർന്ന് ആലപ്പുഴയിൽ നടന്ന അദാലത്തിൽ ഉപഭോക്താക്കളുടെ പരാതികൾക്ക് തൃപ്തികരമായ പരിഹാരം കാണാൻ കഴിഞ്ഞു. മറ്റ് അദാലത്തുകളിൽ നിന്നും വ്യത്യസ്തമായി വൈദ്യുതി അദാലത്തിൽ വൈദ്യുതി ഉൽപ്പാദനം, പ്രസരണം, വിതരണം തുടങ്ങി എല്ലാ മേഖലകളിലെയും പരാതികൾ സ്വീകരിച്ച് പരിഹാരം കണ്ടു എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ്. ജില്ലാ കളക്ടർ ചെയർമാനായുള്ള സംഘാടക സമിതിയാണ് അദാലത്ത് നടത്തിയത്. പത്തനംതിട്ട ജില്ലയിലെ ഉപഭോക്താക്കളുടെ പരാതികളാണ് തുടർന്ന് പരിഹരിച്ചത്. ആകെ ലഭിച്ച 494 പരാതികളിൽ 413 പരിഹാരം കാണാൻ കഴിഞ്ഞു. അദാലത്തിലൂടെ പരാതി പരിഹരിച്ച് സാധാരണക്കാരുടെ വേദന മാറ്റി എന്ന് മാത്രമല്ല, സർക്കാർ സ്ഥാപനങ്ങൾ പാവപ്പെട്ടവന്റെ സുഹൃത്താണ്, അവരുടെ നന്മ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുക കൂടിയാണ് ഗവൺമെന്റും വൈദ്യുതി ബോർഡും ചെയ്തിരിക്കുന്നത്. ഉപഭോക്തൃ സംരക്ഷണം പരമപ്രധാനമാണെന്ന് KSEB വ്യക്തമാക്കിയിരിക്കുകയാണ്. പൊതുജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം നൽകുകയും അങ്ങനെ ഉപഭോക്താവിൻ്റെ സംതൃപ്തി ലക്ഷ്യമാക്കി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വൈദ്യുതി ബോർഡിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം. ഈ ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് വൈദ്യുതി ബോർഡ് എല്ലാ ജില്ലകളിലും അദാലത്തുകൾ സംഘടിപ്പിച്ച് പൊതുജനങ്ങളുടെ പരാതികൾക്ക് പരിഹാരം നൽകുവാനുള്ള ആ സംരംഭം ഏറ്റെടുത്തത്. ഇത് ഒരു തുടർ പ്രക്രിയയാണ്. എല്ലാ തരത്തിലും ഉപഭോക്താവിന് സംതൃപ്തി നൽകുന്ന രീതിയിൽ അവരുടെ പരാതികൾ എത്രയും വേഗത്തിൽ പരിഹരിച്ചുകൊണ്ട് പരാതി രഹിതമായി പ്രവർത്തിക്കുന്ന ഒരു ബോർഡ് എന്ന തലത്തിലേക്ക് പ്രവർത്തനം ഉയർത്തുവാനായിട്ട് എല്ലാ ജീവനക്കാരുടെയും സഹകരണത്തോടെ ഈ അദാലത്തുകൾ വളരെ വിജയകരമായ രീതിയിൽ സംഘടിപ്പിക്കുവാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഉപഭോക്താവിൻ്റെ സംതൃപ്തി ലക്ഷ്യമാക്കി പരാതികൾക്ക് അപ്പോൾ പരിഹാരം കണ്ടുകൊണ്ട് വളരെ മെച്ചപ്പെട്ട സേവനം നൽകുന്ന സ്ഥാപനമാക്കി ബോർഡിനെ മാറ്റിയെടുക്കുക എന്ന ഉദ്ദേശത്തോടെ പരാതി രഹിതമായ വൈദ്യുതി മേഖല ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ അദാലത്തുകൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഇതിൻ്റെ തുടർ പ്രക്രിയ എന്ന നിലയിൽ വരുന്ന പരാതികൾ കൂടി അപ്പോൾ തീർക്കുവാനായിട്ട് ജീവനക്കാരുടെ എല്ലാവിധ സഹകരണവും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാവുകയും ചെയ്യും. കൊല്ലം ജില്ലയിലെ ജനകീയ വൈദ്യുതി അദാലത്ത് കടപ്പാക്കടയിൽ വെച്ചാണ് സംഘടിപ്പിച്ചത്. മന്ത്രി ശ്രീ PK ഗുരുദാസൻ അദാലത്ത് ഉദ്ഘാടനം ചെയ്തു. ജില്ലയിൽ ലഭിച്ച 802 പരാതികളിൽ 638 പരിഹാരം കാണാൻ കഴിഞ്ഞുവെന്നത് അദാലത്തിന്റെ വിജയത്തെയാണ് സൂചിപ്പിക്കുന്നത്. വീട്ടിലെ വൈദ്യുതിയെ സംബന്ധിച്ചൊരു പരാതി ഉണ്ടായത് കുറച്ച് നാളുകൾക്ക് മുമ്പ് 1-2 പ്രാവശ്യം ഈ മീറ്ററിൽ ഓവർ റീഡിങ് വന്ന് വളരെയധികം വൈദ്യുതി ചാർജ് കയറി വരികയും അത് ഞാൻ പരാതിപ്പെടുകയൊക്കെ ചെയ്തു. എന്നിട്ട് സെക്ഷൻ ഓഫീസിൽ നിന്നൊക്കെ ബുദ്ധിമുട്ടായിട്ട് വന്ന് ഇപ്പോൾ ഈ അദാലത്ത് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വന്ന് പരാതിപ്പെട്ടപ്പം എൻ്റെ പരാതി ചർച്ചയിൽ പരിഹരിക്കപ്പെടുകയും അപാകത എന്താണെന്ന് കണ്ടുപിടിച്ച് സാധാരണക്കാരന് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയൊരു വേദിയാണ് ഈ അദാലത്തെന്ന് ഞാൻ വിശ്വസിക്കാൻ കഴിഞ്ഞു. ഇടുക്കി ജില്ലയിലെ